ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ നോക്കാം. ഇലക്ട്രിക് കറണ്ട് നമ്മളൊരു ബാറ്ററി എടുത്തിട്ട് ഒരു സർക്യൂട്ടിൽ കൊടുക്കുമ്പോൾ അതിന് പല എഫക്ട്സ് ഉണ്ടാവും. നമുക്കറിയാം, നമ്മളെ ബൾബ് കത്തുന്നത്, നമ്മളെ അയൺ ബോക്സ് ഇസ്തിരിപ്പെട്ടി ഹീറ്റ് ആവണത്, പിന്നെ അതുപോലെ പല ആപ്ലിക്കേഷൻസ്, നമ്മളെ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസസ്, അതൊക്കെ ഇലക്ട്രിക് കറണ്ടിന് വർക്ക് ചെയ്യണതാണ്. ഈ ഇലക്ട്രിക് കറണ്ട് കാരണം ഉണ്ടാകുന്ന എഫക്ട്സ് ആണ് ലൈറ്റിംഗ് എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ് എന്ന പല എഫക്ട്സും നമ്മളെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ഹീറ്റിംഗ് എഫക്റ്റ് നോക്കാം. നമ്മളൊരു അയൺ ബോക്സ് നമ്മൾ പ്ലഗ് കുത്തി ഓൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഹീറ്റ് ആവുന്നത്, അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. നമ്മൾ ഈ സർക്യൂട്ടിൽ ഇവിടെ വരച്ച സർക്യൂട്ട് നോക്കുക. നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 വോൾട്ട് ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളെ ചാർജ് പോസിറ്റീവ് നിന്ന് ഫ്ലോ ചെയ്ത് ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇവിടെ നമ്മളൊരു കോൺസ്റ്റൻറ്റിൻ വയർ അല്ലെങ്കിൽ നിക്രോം വയർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ടെക്സ്റ്റിൽ നിക്രോം വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു നിക്രോം വയർ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. നമ്മൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ വയർ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ കണക്ട് ചെയ്തു. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണമാണ് നമ്മളെ പൊട്ടൻഷ്യോമീറ്റർ, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ എന്ന് പറയാം. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് നോക്കിയാൽ, രണ്ട് അറ്റത്തും കണക്ട് ചെയ്ത് നോക്കിയാൽ എന്തായി, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അവിടെ ഒരു വോൾട്ടേജ് നമുക്ക് റീഡ് ആകും. അതുപോലെ തന്നെ നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്യാണ്. നമ്മൾ സർക്യൂട്ടിലുള്ള കറണ്ട് മെഷർ ചെയ്യാനാണ് അമ്മീറ്റർ കണക്ട് ചെയ്യണത്. അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സർക്യൂട്ടിലുള്ള കറണ്ടും റീഡ് ആവുന്നതാണ്. നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ സർക്യൂട്ടിലൂടെ കറണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ ഈ ഒരു വയർ, നമ്മളെ കോൺസ്റ്റൻറ്റിൻ അല്ലെങ്കിൽ നിക്രോം വയറോ ചൂടാവാൻ തുടങ്ങും. ചൂടായിട്ട് ചുട്ട് പഴുത്ത് ചുവന്ന കളർ വരെ ആവാൻ തുടങ്ങും. അതിൻ്റെ കാരണം എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ബാറ്ററിയിലുള്ള ഇലക്ട്രിക്കൽ എനർജി ഹീറ്റായിട്ട് മാറിയത്, ചൂടായിട്ട് മാറിയത് എങ്ങനെയാണ്? നമുക്കറിയാം, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. ഊർജം എന്താണ്? ഊർജത്തിന് നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കാനോ കഴിയില്ല. അപ്പോൾ അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തേക്ക് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഹീറ്റ് എനർജി ആക്കിയിട്ട്, ഇവിടെയുള്ള ബാറ്ററിയിലുള്ള എനർജിയെ ഹീറ്റാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഐ കറണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കറണ്ട് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. നമ്മുടെ ബാറ്ററി കുറച്ച് ചാർജസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലേ. ചാർജ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് എത്ര ചാർജ് ഒരു സെക്കൻഡിൽ പോകുന്നു എന്നുള്ള കണക്കാണ് നമ്മുടെ ഐ തരുന്നത്, ആംബിയേഴ്സിൽ തരുന്നത്. അതായത് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ടി എന്ന് പറയുമ്പോൾ സെക്കൻഡ്സിൽ ടൈമാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ എത്ര ചാർജിൻ്റെ യൂണിറ്റ് ഒരു സെക്കൻഡിൽ നമ്മുടെ ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. കൂളംസ് എന്ന് പറഞ്ഞാൽ 6.24 × 10⁻18 ഇലക്ട്രോൺസിൻ്റെ ചാർജ് അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ ഈക്വലൻ്റ് ആയ ചാർജാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ക്യൂ. സെക്കൻഡിൽ എത്ര കൂളം ചാർജ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ ആംബിയർ സൂചിപ്പിക്കുന്നത്. നമ്മളെ കറണ്ട് അതാണ്. ഇനി ഈ ചാർജിനെ സഞ്ചരിപ്പിക്കാൻ നമ്മുടെ ബാറ്ററി എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം അല്ലേ. ഒരു പ്രവൃത്തി ചെയ്യണം. നമ്മുടെ ബാറ്ററി എന്ത് ചെയ്യണം? കുറച്ച് ചാർജസിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്തുമ്പോൾ ഒരു റെസിസ്റ്റൻസിനെ നേരിട്ടു, ഒരു പ്രതിരോധത്തിനെ നേരിട്ടു. അപ്പോൾ അതുവരെ ഫ്രീ ആയിട്ട് പോയിരുന്ന നമ്മുടെ ചാർജിനെ കുറച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇപ്പുറത്തേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ബാറ്ററി കുറച്ച് അധ്വാനിച്ചു. അങ്ങനെ ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചാർജസ്, ഒരു ക്യൂ എമൗണ്ട് ഓഫ് ചാർജസ് ഇപ്പുറത്തെത്തി. ഓക്കെ. അപ്പോൾ ഇവിടെ ചെയ്ത വർക്ക്, നമ്മുടെ ബാറ്ററി ഇവിടെ ചെയ്ത വർക്ക്
1 ജൂളാണെന്ന് വിചാരിക്കാം. 1 ജൂൾ ഓഫ് വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 ജൂൾ വർക്ക് ചെയ്തിട്ട് 1 കൂളോം ചാർജിനെ അപ്പുറത്തെത്തിച്ചു. 1 കൂളോം 1 ജൂൾ വർക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് എത്തിച്ചാൽ അതാണ് നമ്മുടെ വോൾട്ടേജ് V. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 1 കൂളോം ചാർജിനെ 1 ജൂൾ വർക്ക് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പുറത്ത് എത്തിക്കുകയാണെങ്കിൽ അതാണ് 1 വോൾട്ട്. 1 വോൾട്ട് എന്ന് പറയുന്നത് 1 ജൂൾ വർക്ക് ചെയ്തിട്ട് 1 കൂളോം ചാർജിനെ അപ്പുറത്ത് എത്തിക്കുന്ന വെച്ചിട്ട് നമ്മുടെ ബാറ്ററി അതുപോലെ തന്നെ 2 ജൂൾ വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴും 1 കൂളോം ചാർജിനെയാണ് അപ്പുറത്തേക്ക് എത്തിച്ചത്. അപ്പം എന്ത് പറയാം, അവിടെ ബാറ്ററി ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് പൊട്ടൻഷ്യലാണ്. നേരത്തെ പറഞ്ഞത് 1 ജൂൾ വർക്ക് ചെയ്തിട്ട് 1 കൂളോം ചാർജിനെ എത്തിച്ചാൽ 1 വോൾട്ട് എന്ന് പറയാം. ഇവിടെ ഒരു യൂണിറ്റ് കൂളോം 1 കൂളോം ചാർജിനെ 2 ജൂൾ വർക്ക് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് എത്തിച്ചത്. അപ്പോൾ 2 വോൾട്ടാണ് ബാറ്ററി ചെയ്ത വർക്ക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ചെയ്ത വർക്ക് 2 ആണ്, ചെയ്ത വോൾട്ടേജ് അവിടെയുള്ള വോൾട്ട് 2 ആണ്, 1 യൂണിറ്റ് കൂളോം ചാർജിനെ അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ചെയ്ത വർക്ക് W = V ജൂൾസ് ആണെന്ന് പറയാം. അതായത് ഇവിടെ ഇപ്പോൾ 1 കൂളോം ചാർജിനെ നമ്മൾ 3 ജൂൾ വർക്ക് ചെയ്തിട്ടാണ് അപ്പുറത്ത് എത്തിച്ചതെങ്കിൽ 3 വോൾട്ട് ആണെന്ന് പറയാം. അപ്പോൾ എന്തായി, V ജൂൾസ്. ചെയ്ത വർക്ക് V എമൗണ്ട് ഓഫ് ജൂൾസ് ആണെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി നമ്മൾ യൂണിറ്റ് കൂളോമ്പിനെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എത്ര എമൗണ്ട് കൂളോം ചാർജിനെ അപ്പുറത്തേക്ക് എത്തിച്ചു. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എന്താണ്? വർക്ക് = വോൾട്ട് ഇൻറ്റു കൂളോം ബൈ V × Q. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷനും കൂടി കിട്ടിയല്ലേ. വർക്ക് = V × Q or Q × V. QV എന്ന് പറയാം. ഇനി എന്താണ് പവർ? P. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് വർക്ക് ഡൺ അല്ലേ, ടോട്ടൽ വർക്ക് ഡൺ ബൈ ടൈം ആണ് എന്ത്, നമ്മുടെ പവർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അങ്ങോട്ട് എടുത്തിട്ട് എഴുതാം. എന്താണ് വർക്ക്? QV. ഓക്കെ, QV/T. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? Q/V എന്താണ്? നമ്മുടെ I. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പവർ = V × I എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ VI ആയിട്ട് കിട്ടി. ഇനി ഇതേ പവറിനെ T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, × T ചെയ്താൽ ഈ 2 Tയും ക്യാൻസലായി പോയി അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇവിടെയും T കൊടുക്കാം. ഇതിപ്പോൾ എന്തായി, QV നമ്മുടെ പഴയ വർക്കിൻ്റെ ഇക്വേഷനായി മാറി അല്ലേ. = വർക്ക് VIT ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്മുടെ ഈ സർക്യൂട്ടിൽ ചെയ്ത വർക്കിനെ നമുക്ക് കിട്ടും. നമ്മുടെ ബാറ്ററി ചെയ്ത പ്രവൃത്തി എത്രത്തോളാണെന്ന് VIT ചെയ്താൽ കിട്ടും. ഇതാണ് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു വെച്ച ആ ഒരു കാരണം. ഈ ചെയ്ത വർക്കാണ് ഇവിടെ നമുക്ക് ഹീറ്റായിട്ട് കിട്ടുന്നത്. നമ്മുടെ നിക്രോം വയർ ചൂടായി അല്ലേ. ഈ ചൂടാവാനുള്ള കാരണം നമ്മുടെ ബാറ്ററി എന്ത് ചെയ്തു, ബാറ്ററി അവിടെ വർക്ക് ചെയ്തു. ആ ബാറ്ററിൻ്റെ വർക്ക് ഹീറ്റായിട്ട് മാറി. അതാണ് ഇവിടുത്തെ ഈ വർക്കും ഇവിടെ ഉണ്ടായ ഹീറ്റും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഹീറ്റാക്കിയിട്ട് ഹീറ്റ് = VIT എന്ന് എഴുതാം. ഓക്കെ, VIT ടോട്ടൽ വർക്കാണ് മൊത്തം നമ്മുടെ സർക്യൂട്ട് ചെയ്ത T എമൗണ്ട് ഓഫ് ടൈമിൽ. 5 സെക്കൻഡാണ് നമ്മുടെ സർക്യൂട്ട് മൊത്തം വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ 5 സെക്കൻഡ് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ഹീറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള വോൾട്ടേജ്, അവിടെയുള്ള കറണ്ട്, പിന്നെ 5 സെക്കൻഡ്. VIT ചെയ്താൽ നമുക്ക് ഇവോൾവ് ആയ എന്ത് കിട്ടും, അവിടെ പുറപ്പെടുവിക്കുന്ന നമ്മുടെ നിക്രോം വയർ പുറപ്പെടുവിക്കുന്ന ഹീറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഹീറ്റ് ഉണ്ടാകുന്നത്. എന്താണ്
ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഇത് നമ്മുടെ കണക്റ്റിംഗ് വയേഴ്സ് ആണ്, ഇവിടെ നിക്രോം വയർ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ നിക്രോം വയർ മാത്രം ഹീറ്റ് ആവുന്നത്? നമ്മുടെ കണക്റ്റിംഗ് വയേഴ്സ് ഒന്നും ഹീറ്റ് ആവാതെ ഈ നിക്രോം വയർ മാത്രം ഹീറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അതെന്താ കാരണം എന്ന് നോക്കാം. ഓംസ് ലോ അല്ലേ? ഓംസ് ലോ എന്താണ്? ഓംസ് ലോ നമ്മുടെ വോൾട്ടേജിന് എങ്ങനെ കിട്ടും? V = I × R. ഇവിടെയുള്ള റെസിസ്റ്റൻസ്, സർക്യൂട്ടിലുള്ള കറണ്ട് I × റെസിസ്റ്റൻസ് കൊടുത്താൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. അതാണ് ഓംസിൽ പറയുന്നത്. ഇവിടെ എന്താണ്, നമ്മുടെ നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്തിട്ട് അവിടെ മാത്രം കൂടുതൽ ഹീറ്റ് പുറപ്പെടുവിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ ഹീറ്റിൻ്റെ ഇക്വേഷനിൽ കൊടുത്ത് നോക്കാം. ഓക്കെ, H = Vക്ക് പകരം IR കൊടുക്കാം. IR × IT, 2 I വരുന്നുണ്ട് അല്ലേ? അപ്പോൾ I² RT, ഇതാണ് ഹീറ്റിൻ്റെ മറ്റൊരു ഫോം. I² RT. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് വന്നു? റെസിസ്റ്റൻസ് കൂടി വന്നു. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മുടെ ഹീറ്റ് കൂടുതൽ പുറത്തു വരും എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ വേറൊരു കേസ് ഉണ്ട്, അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഈ ഇക്വേഷനെയാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ജൂൾസ് ലോ. ജൂൾസ് ലോ എന്താണെന്ന് പറയുന്നത്, ഹീറ്റ് നമ്മുടെ സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്, റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണ്, ടൈമിന് പ്രൊപ്പോർഷണലാണ്. 3 ഘടകങ്ങളാണ് നമ്മുടെ ഹീറ്റിനുള്ളത്. കറണ്ടിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ അല്ലേ? കറണ്ടിൻ്റെ ചെറിയൊരു വേരിയേഷൻ വരുമ്പോഴേക്ക് വലിയ ഹീറ്റിൻ്റെ വ്യത്യാസം വരും. പിന്നെ റെസിസ്റ്റൻസ് കൂടുന്തോറും നമ്മുടെ ഹീറ്റ് കൂടും. എത്ര ടൈം വർക്ക് ചെയ്തോ അത്രയും ഹീറ്റ് പുറത്തു വരും. ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മളെ ഹീറ്റ് കൂടുമെന്ന്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ലാന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? H = I² RT അല്ലേ? I² RT. നമ്മുടെ ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണല്ലേ? റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മുടെ മറ്റേ ഇക്വേഷൻ ഉണ്ടല്ലോ, എന്ത് ചെയ്യുന്നു? I = V/R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H = V/R² RT = V²/R² × RT. ഈ ആറിന് ക്യാൻസൽ ചെയ്യാം, ഈ സ്ക്വയറിന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? V²/R × T. അപ്പോൾ ഇതും ഹീറ്റിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. H = V²T/R. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു റെസിസ്റ്റൻസ് ഹീറ്റിന് പ്രൊപ്പോർഷണലാണ്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടും. പക്ഷേ ഇവിടെ /R ആണ് വരുന്നത്. അപ്പോൾ എന്താവും? റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയല്ല ചെയ്യുക. അതെങ്ങനെ 2 കേസ് വരുന്നത്? അത് നമുക്ക് ഈ ഇക്വേഷനിൽ നോക്കിയാൽ അറിയാം. ഇവിടെ എന്താണ്? കറണ്ടാണ്, I ആണ്. ഇവിടെ വോൾട്ടേജുമാണ്. നമ്മൾ ഈ കേസ് എടുക്കുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടാണ്. കറണ്ട് കോൺസ്റ്റൻ്റ് ആയി എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയാൽ നമ്മുടെ ഹീറ്റ് കൂടും. അതുപോലെ നമ്മുടെ വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യണത്. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മുടെ ഹീറ്റ് കുറയും. അത്ര മനസ്സിലാക്കി വെക്കുക. നമ്മളെ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ മതി. കറണ്ട് കോൺസ്റ്റൻ്റ് ആയി എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയാൽ എന്താവും? ഹീറ്റ് കൂടും. അതുപോലെ വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മുടെ ഹീറ്റ് കുറയും. ഓക്കെ, ഈ ഒരു തിയറി വെച്ചിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 13 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് തന്നിട്ടുണ്ട്. രണ്ടും 5 മിനിറ്റ് നേരമാണ് വർക്ക് ചെയ്തത്. രണ്ടും 230 വോൾട്ട് ആണ് രണ്ടിനും കൊടുത്തിട്ടുള്ള വോൾട്ടേജ് സപ്ലൈ. പക്ഷെ രണ്ടിൻ്റെയും റെസിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്. നമുക്ക് 2 കേസസും നോട്ട് ചെയ്യാം.
ആദ്യത്തെ എ എന്ന് നോട്ട് ചെയ്യാം. ടെക്സ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഇലക്ട്രിക് ഹീറ്ററിന് എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? 230 വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. പിന്നെ എന്താണ്? റെസിസ്റ്റൻസ് 1150 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. ഓക്കെ. അതുപോലെ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഹീറ്ററിന് സെയിം 230 വോൾട്ടാണ് വോൾട്ടേജ്. പിന്നെ അതുപോലെ 460 ഓം ആണ് ഇവിടെ നമ്മുടെ ബിയുടെ റെസിസ്റ്റൻസ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് രണ്ടിനും 5 മിനിറ്റ് ആണ്. അപ്പോൾ ഇവർ രണ്ടും ഉണ്ടാക്കുന്ന ഹീറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, പിന്നെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യാം അല്ലേ? സെക്കൻഡ് ഫോം H = V²/R × T യൂസ് ചെയ്യാം. ഓക്കെ. എല്ലാം അല്ലേ? വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ടൈം ഉണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്. അതിനെ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അതെപ്പോഴും ശ്രദ്ധിക്കുക. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യുക? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5 × 60 അല്ലേ? അപ്പോൾ 300 സെക്കൻഡ് കിട്ടി അല്ലേ? 300 സെക്കൻഡ് കിട്ടി. വോൾട്ടേജ് 230 ആണ്, 230 ആണ്. 230ൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ ഡിവൈഡ് ബൈ ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് 1150 ഓമാണ്. പിന്നെ ഇൻറ്റു 300. 300 സെക്കൻഡാണ് വർക്ക് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 13,800 ജൂളാണ്. നമ്മുടെ ആദ്യത്തെ എ എന്ന് പറയുന്ന ഇലക്ട്രിക് ഹീറ്റർ 13,800 ജൂൾ ഹീറ്റ് ഉണ്ടാക്കും. ഇനി രണ്ടാമത്തെ നോക്കാം. ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ 230 വോൾട്ടാണ്. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 460 ഓമാണ്. 300 സെക്കൻഡ് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾ വർക്ക് ചെയ്തത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയാൽ 34,500 ജൂൾ. എങ്ങനെ വന്നത്? ഇത് കണ്ടോ, ഇവിടെ 13,000 വരുന്നുള്ളൂ, ഇവിടെ 34,000 വരുന്നുണ്ട്. പക്ഷേ നമ്മളെ എ എന്ന് പറയുന്ന ഇലക്ട്രിക് ഹീറ്ററിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. 1150 ഓം ഉണ്ട്, ഇവിടെ 460 ഉള്ളൂ. അതിൻ്റെ റീസൺ ഒന്നുമല്ല, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കാരണം തന്നെ. ടെക്സ്റ്റിൽ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്താൻ. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മളിവിടെ വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്, 230 വോൾട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അവിടെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലെ? റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നത് കുറയുക ചെയ്യുക. കാരണം ഇവിടെ ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും റെസിസ്റ്റൻസ് കൂടുമ്പോൾ പുറത്ത് വരുന്ന ഹീറ്റ് കുറയും. ഓക്കെ, അതാണ് ഇതിന് കാരണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. റെസിസ്റ്റേഴ്സിൻ്റെ പല കൺഫിഗറേഷൻ, എങ്ങനെയൊക്കെ റെസിസ്റ്റേഴ്സിനെ സർക്യൂട്ടിൽ കൊടുക്കാം, കണക്ട് ചെയ്യാമെന്ന് പഠിക്കാം. അതുപോലെ നമ്മുടെ LED ബൾബ്സ്, ഇലക്ട്രോണിക്സിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് പഠിക്കാം. അത് അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.